ആസാദ്യവാർത്തയുടെ നൈറ്റ് ഷിക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. തോറ്റുമടങ്ങാൻ ട്രംപ്, ഇറാനിലെ സൈനിക നടപടി അവസാനിപ്പിക്കാൻ നീക്കം. രക്തസാക്ഷി ഫണ്ട് CPM ഒരണവകമാറുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യില്ല. M സ്വരാജ്. കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോയ നേതാക്കളെ ഗെയിമിലൂടെ കണ്ടെത്താം. നവകേരളത്തിലെ കരുത്തേകാൻ LDF പ്രകടന പത്രിക നാളെ. ഗുരുവായൂരിൽ വീണ്ടും വർഗീയ കാർഡിറക്കി B ഗോപാലകൃഷ്ണൻ. ഫ്ലെക്സ് ബോർഡുകൾക്കെതിരെ വ്യാപക പ്രതിഷേധം. സാമ്പത്തിക വർഷാവസാനം കേരളത്തിന് റെക്കോർഡ് നേട്ടം. ഖജനാവ് സുരക്ഷിതം. മന്ത്രി KN ബാലഗോപാൽ. വീണ്ടും ഇരുട്ടടി. വാണിജ്യ LPG സിലിണ്ടർ 195 രൂപ 50 പൈസ വർദ്ധിപ്പിച്ചു. പ്രിയപ്പെട്ട ആനവണ്ടി സ്നേഹസഞ്ചാരത്തിന്റെ 61 വർഷങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തോറ്റുമടങ്ങാൻ ട്രംപ്, ഇറാനിലെ സൈനിക നടപടി അവസാനിപ്പിക്കാൻ നീക്കം. പശ്ചിമേഷ്യയെ അശാന്തി സൃഷ്ടിച്ച ഇറാന് നേരെയുള്ള അമേരിക്കയുടെ കടന്നാക്രമണത്തിന് അന്ത്യം കുറിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെയുള്ള ആക്രമണം അവസാനിപ്പിച്ച് 2-3 ആഴ്ചകൾക്കുള്ളിൽ അമേരിക്ക പിന്മാറുമെന്നാണ് പ്രഖ്യാപനം. വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് വെളിപ്പെടുത്തൽ. ഇറാനെ പിടിച്ചടക്കും എന്ന ഉദ്ദേശവുമായി യുദ്ധം ആരംഭിച്ച ട്രംപ് ഇറാൻ്റെ പ്രതിരോധത്തിന് മുന്നിൽ അടിപതറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനായത്. ഇറാനുമായി പ്രത്യേക സമാധാന കരാറുകളിൽ ഏർപ്പെട്ടില്ലെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനാണ് US തീരുമാനം. ഞങ്ങൾ ഇറാൻ വിടാൻ പോകുന്നു. കൂടിപ്പോയാൽ 2-3 ആഴ്ച കൂടി മാത്രമേ സംഘർഷം തുടരുകയുള്ളൂ എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാന് അമേരിക്കയുമായി ഒരു കരാറിൽ ഏർപ്പെടുത്താൻ താൽപ്പര്യമില്ലെന്നും അതുകൊണ്ട് തന്നെ നയതന്ത്ര ചർച്ചകൾക്ക് കാത്തു നിൽക്കാതെ സൈന്യത്തെ പിൻവലിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു മാസമായി തുടരുന്ന സംഘർഷം ആഗോള ഊർജ വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചിരുന്നു. മുൻപ് പലപ്പോഴും ഇറാനുമായി സമാധാന ചർച്ചകൾ നടത്തി എന്നും അവകാശവാദവുമായി ട്രംപ് മുന്നോട്ട് വന്നിരുന്നെങ്കിലും ഇറാൻ ഈ പ്രസ്താവനകളെ നിരസിക്കുകയായിരുന്നു. ട്രംപുമായി യാതൊരു തരത്തിലുമുള്ള ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്നും പ്രതിരോധം തുടരും എന്നുമായിരുന്നു ഇറാൻ്റെ നയം. ഇറാനെ വിചാരിച്ചത് എളുപ്പത്തിൽ തകർക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് ട്രംപിനെ പിന്നോട്ട് നടത്തുന്നതെന്ന് ലോകരാജ്യങ്ങൾ പ്രതികരിച്ചു. വീണ്ടും ഇരുട്ടടി. വാണിജ്യ LPG സിലിണ്ടർ 195 രൂപ 50 പൈസ വർദ്ധിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവും കേന്ദ്ര സർക്കാരിന്റെ അനാസ്ഥയും സൃഷ്ടിച്ച പാചകവാത ക്ഷാമ രാജ്യത്ത് രൂക്ഷമായിരിക്കെ ഇരുട്ടടിയായി വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു. സിലിണ്ടർ ഒന്നിന് 195 രൂപ 50 പൈസ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ കണക്കനുസരിച്ച് ഡൽഹിയിൽ 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് ഇപ്പോൾ 2078 രൂപ 50 പൈസയാണ് വില. ഇതിനു മുമ്പ് മാർച്ച് 1 സിലിണ്ടറിന് 114 രൂപ വർദ്ധിച്ചിരുന്നു. അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന് നിരക്കിൽ മാറ്റമില്ല. ഡൽഹിയിൽ 14 കിലോ ഗാർഹിക സിലിണ്ടറിന് 913 രൂപയാണ് വില. മാർച്ച് ആദ്യവാരം ഗാർഹിക സിലിണ്ടറുകൾക്ക് 60 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര വിപണിയിലെ വില നിലവാരവും വിനിമയ നിരക്കും അടിസ്ഥാനമാക്കി എല്ലാ മാസവും 1-ാം തീയതിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ കമ്പനികൾ ഇന്ധനവില പരിഷ്കരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധം ഊർജ വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് ആഗോള എണ്ണവിലയിൽ ഏകദേശം 50% വർധനവാണ് ഉണ്ടാകുന്നത്. LPG വിതരണം തടസ്സമില്ലാതെ പുരോഗമിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും വിതരണ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ സിലിണ്ടറിനായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പ് തുടരുകയാണ്. ഡൽഹി അടക്കമുള്ള പ്രധാന നഗരങ്ങളിൽ ഓൺലൈനായി ബുക്ക് ചെയ്ത ദിവസങ്ങൾക്ക് ശേഷവും സിലിണ്ടർ കിട്ടാത്ത സാഹചര്യമാണ്. ഹൈദരാബാദിൽ കരിഞ്ചന്തയിൽ വിൽക്കാനായി സൂക്ഷിച്ചിരുന്ന 414 LPG സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. LPG ക്ഷാമം മുൻനിർത്തി PNGയുടെ വ്യാപനത്തിന് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടപടികൾക്ക് വേഗമില്ല. PNG വ്യാപനം വേഗത്തിലാക്കാൻ കേന്ദ്രം നേരത്തെ മുൻകൈയെടുത്തിരുന്നെങ്കിൽ നിലവിലെ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരമായേനെ. പ്രിയപ്പെട്ട ആനവണ്ടി സ്നേഹസഞ്ചാരത്തിന്റെ 61 വർഷങ്ങൾ. കേരളത്തിൽ ഗ്രാമവീഥികളിലൂടെ ഓടിമറിയുന്ന ആനവണ്ടി വെറും ഒരു വാഹനമല്ല, മറിച്ച് ഓരോ മലയാളികളുടെയും വികാരമാണ്. പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും കരുതലിന്റെയും 61 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ KSRTC ഇന്ന് കേരളത്തിന്റെ അവിഭാജ്യ ഘടകമായി നിലകൊള്ളുന്നു. 1965 ഏപ്രിൽ 1 KSRTC ഒരു സ്വതന്ത്ര കോർപ്പറേഷനായി മാറുന്നത്. 6 പതിറ്റാണ്ടിലേറെയായി ദശലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ യാത്ര
അചഞ്ചലമായ പ്രതിബദ്ധതയുടെയും സേവനത്തിന്റെയും പ്രതീകം കൂടിയാണ്. പ്രതിസന്ധികളുടെ കട്ടപ്പുറത്ത് നിന്നും പുരോഗതിയുടെ ടോപ്പ് ഗിയറിലേക്കുള്ള കുതിപ്പിലാണ് ഇന്ന് KSRTC. കഴിഞ്ഞ കുറച്ചു കാലമായി വൈവിധ്യവൽക്കരണത്തിലൂടെ വരുമാനത്തിൽ 2.5 കോടി രൂപയുടെയും യാത്രക്കാരുടെ എണ്ണത്തിൽ 4 വർഷത്തിന്റെയും വർധനവ് കൈവരിക്കാൻ ആനവണ്ടിക്ക് കഴിഞ്ഞു. ജീവനക്കാരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ശമ്പളം കൃത്യമായി 1-ാം തീയതി തന്നെ വിതരണം ചെയ്യാനും മികച്ച ഇൻഷുറൻസ് പദ്ധതികളും DA ആനുകൂല്യങ്ങളും നടപ്പിലാക്കാനും സാധിച്ചത് വലിയൊരു നേട്ടമാണ്. മലയാളികളുടെ ഓരോ യാത്രയ്ക്കും നിറം പകർന്ന ഗ്രാമങ്ങളെ നഗരങ്ങളുമായി ബന്ധിപ്പിച്ച ആനവണ്ടി ഇനിയുമേറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. കൂടുതൽ സ്നേഹത്തോടെയും കരുതലോടെയും പ്രിയപ്പെട്ടവരുടെ കൂടെ എന്നും KSRTC ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാം. രക്തസാക്ഷി ഫണ്ട് CPIM ഒരെണ്ണ വകമാറുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യില്ല. M. സ്വരാജ്. CPM രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ചിട്ടുള്ള ഫണ്ടിൽ നിന്നും ഒരെണ്ണ വകമാറുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്. ആ ഫണ്ട് പിരിക്കുമ്പോൾ ഞങ്ങളുടെ മുൻപിലുള്ള ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക, വീട് നിർമ്മിച്ച് കൊടുക്കുക, കുടുംബാംഗങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുക, അവരെ സംരക്ഷിക്കുക, ചെലവഴിക്കുക, അദ്ദേഹത്തിൻ്റെ പേരിൽ സ്മാരകം നിർമ്മിക്കുക, ആ കേസ് കുറ്റമറ്റ രൂപത്തിൽ നടത്തുക, അതുമായി ബന്ധപ്പെട്ട മറ്റ് സംഭവങ്ങളിലെ കേസുകൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു. ഇതെല്ലാം ഭംഗിയായി നിർവഹിക്കപ്പെട്ടുവെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രക്തസാക്ഷി ധനരാജിൻ്റെ കുടുംബം അവിടെ ഉണ്ട്. പയ്യന്നൂരിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അവരോടൊന്ന് ചോദിക്കണം. അവർ പറയും ഈ രക്തസാക്ഷി ഫണ്ട് സമാഹരിച്ചതിൻ്റെ ഭാഗമായി പാർട്ടി എങ്ങനെ അത് ചെലവഴിച്ചു എന്ന്. അവരോട് നീതി പുലർത്തിയോ, എന്താണ് അവരുടെ അഭിപ്രായം എന്ന് ചോദിക്കണം. കോൺഗ്രസിൻ്റെ ജനങ്ങളെ ചവിട്ടിയരച്ചു കളയുന്ന പുല്ലുപോലെ ആ കുടുംബം അവഗണിക്കുമെന്നും ഒരൊറ്റ ഉറപ്പിക വകമാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ എവിടെയായിരുന്നാലും CPM ഏത് ആവശ്യത്തിന് വേണ്ടി പണം പിരിച്ചുവോ ആ ആവശ്യത്തിനല്ലാതെ അണാപ്പൈ വകമാറ്റുന്ന പ്രശ്നമേയില്ല. കോൺഗ്രസ്സായിട്ട് ഞങ്ങളെ താരതമ്യപ്പെടുത്തണ്ട എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു കള്ളൻ ചോദിച്ചാൽ പുറത്തു വീഴേണ്ടതല്ല രക്തസാക്ഷി ഫണ്ടിൻ്റെ കണക്കുകൾ. പാർട്ടി അംഗങ്ങളിൽ നിന്നും പാർട്ടി അനുഭാവികളിൽ നിന്നും മാത്രം ശേഖരിച്ച പണമാണത്. എന്താവശ്യത്തിന് വേണ്ടിയാണോ പണം പിരിച്ചത് ആ ആവശ്യം നിർവഹിച്ച് കൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയൊരു ഘട്ടം കഴിഞ്ഞു. ബാക്കി ചിലവുകൾ ഇനിയുണ്ട്. കേസിൻ്റെ ചിലവുകളുണ്ട്, മറ്റ് കാര്യങ്ങളുണ്ട്. അതെല്ലാം അതാത് സമയത്ത് അതിന് നേതൃത്വം കൊടുത്ത പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യും. രക്തസാക്ഷി ഫണ്ടുകൾ പിരിക്കുമ്പോൾ ഏത് ഘടകമാണോ പിരിവിന് ആഹ്വാനം ചെയ്തത് ആ ഘടകം കണക്കുകൾ പരിശോധിച്ച് അവസാനിപ്പിക്കുകയും തൊട്ട് മുകളിലുള്ള ഘടകത്തിന് അത് കൈമാറുകയും ചെയ്യുക എന്നതാണ് പാർട്ടി രീതി. ആ രീതി തന്നെയാണ് തുടരുന്നത്. വ്യാജമായ ആരോപണങ്ങളുടെ മുന്നിൽ അതിനപ്പുറത്തേക്ക് പോകേണ്ടതുണ്ടോ എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൽ നിന്നോ BJPയിലേക്ക് പോയ നേതാക്കളെ ഗെയിമിലൂടെ കണ്ടെത്താം. തിരഞ്ഞെടുപ്പ് കാലത്ത് ആരോപണ പ്രത്യാരോപണങ്ങളിൽ BJP ഡീൽ ചർച്ചയാകുമ്പോൾ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോയ നേതാക്കളുടെ പേരുകൾ കണ്ടെത്തുന്ന രസകരമായ ഗെയിം അവതരിപ്പിച്ചിരിക്കുകയാണ് ഇടത് സൈബർ സെൽ. വെബ്സൈറ്റിൽ ആണ് പഴയ കോൺഗ്രസ് നേതാക്കളുടെ വിവരങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഫോട്ടോയും നേതാക്കളെ കുറിച്ചുള്ള സൂചനകളും വെച്ച പേര് കണ്ടെത്തുക എന്നതാണ് കോൺഗ്രസ് BJP ഡീൽ നെയിം ആയി അവതരിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയ ആളുകളുടെ വിവരങ്ങൾ രേഖകളായും വെബ്സൈറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചൗഹാൻ, പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്, ഗോവ മുൻ മുഖ്യമന്ത്രി ദിഗ്ബർ കാമത്ത്, കർണാടക മുൻ മുഖ്യമന്ത്രി SM കൃഷ്ണ, ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി വിജയ് ബഹുഗുണ തുടങ്ങി BJPയിലേക്ക് പോയ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുൻ മുഖ്യമന്ത്രിമാർ, മുൻ കേന്ദ്രമന്ത്രിമാർ, PCC അധ്യക്ഷന്മാരടക്കം 50ഓളം പേരുടെ വിവരങ്ങൾ ആണ് വെബ്സൈറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ്റെ മകൾ എന്നതാണ് ഗെയിമിൽ പത്മജ വേണുഗോപാലിനെ കണ്ടെത്താൻ കൊടുത്തിരിക്കുന്ന സൂചന. പത്മജയെ കൂടാതെ KPCC ഡിജിറ്റൽ മീഡിയ കൺവീനർ ആയിരുന്ന അനിൽ ആൻ്റണി, ദേശീയ വക്താവായിരുന്ന ടോം വടക്കൻ, മുൻ MP അബ്ദുള്ളക്കുട്ടി തുടങ്ങിയ കേരളത്തിൽ നിന്നുള്ളവരുടെ വിവരങ്ങൾ കൂടെ ഉൾക്കൊള്ളിച്ചാണ് ഗെയിം രീതിയിലുള്ള വെബ്സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മുതിർന്ന 450ഓളം നേതാക്കൾ BJPയിൽ ചേർന്നിട്ടുണ്ട് എന്നാണ് വെബ്സൈറ്റ് പറയുന്നത്. നവകേരളത്തിന് കരുത്തേകാൻ LDF പ്രകടന പത്രിക നാളെ.
കേരളത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ സമാനതകളില്ലാതെ മുന്നേറ്റം നടത്തിയ ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ തുടർച്ചയ്ക്ക് വഴികാട്ടാൻ പ്രകടന പത്രിക വ്യാഴാഴ്ച പുറത്തിറക്കും. കോഴിക്കോട് CH കണാരൻ സ്മാരക മന്ദിരത്തിൽ രാവിലെ 10 മണിക്കാണ് പ്രകാശനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള LDF നേതാക്കൾ പങ്കെടുക്കും. കേരള പിറവിക്ക് ശേഷം 7 പതിറ്റാണ്ട് പിന്നിടുന്ന ഈ ഘട്ടത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിലാണ് നാട് ഒരുങ്ങുന്നത്. വോട്ടെടുപ്പിന് ഇനി 8 നാൾ മാത്രം. പ്രചരണം 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇടതുപക്ഷം ജനമനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു. കേരളത്തിൻ്റെ മുഖച്ഛായ ആകെ മാറ്റിയ 10 വർഷത്തെ LDF ഭരണം തന്നെയാണ് നാടെങ്ങും ചർച്ച. നവകേരള സൃഷ്ടിയിൽ ഊന്നിയ LDF സർക്കാരിൻ്റെ വികസന നയത്തിന് അനുരൂപമായാകും പ്രകടന പത്രിക. മുൻ തെരഞ്ഞെടുപ്പുകളിൽ LDF നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുകയും അവയുടെ പുരോഗതി ജനസമക്ഷം അവതരിപ്പിച്ച് പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ട് പുറത്തിറക്കുകയും ചെയ്ത അനുഭവം കേരളത്തിൻ്റെ മുന്നിലുണ്ട്. തൊഴിൽ കോഡുകൾ നടപ്പിലാക്കുന്നതിൽ പ്രതിഷേധം. LIC ജീവനക്കാർ പ്രകടനം നടത്തി. തൊഴിൽ സംഘടനകൾ ശക്തമായ പ്രതിഷേധമുയർത്തിയിട്ടും തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഗൈഡ് ജീവനക്കാർ ജില്ലയിൽ LIC ഓഫീസുകൾക്ക് മുന്നിൽ പ്രകടനവും കവാട യോഗങ്ങളും നടത്തി. LIC എംപ്ലോയീസ് യൂണിയൻ, സെക്യൂരിറ്റി ആൻഡ് ലേബർ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ കണ്ണൂരിൽ LIC എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ MK പ്രേംജിത്ത് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് K ബാഹുലയൻ വിശദീകരണം നടത്തി. CC വിനോദ്, A മനോജ്, A മനോഹരൻ, പ്രദീപൻ കണ്ണോത്ത്, MH രാജേഷ്, K റിജേഷ് എന്നിവർ സംസാരിച്ചു. തലശ്ശേരിയിൽ AP രജില, NK സ്വപ്ന എന്നിവരും തളിപ്പറമ്പിൽ U ഭവാനി, അർച്ചുനൻ ഗംഗാധരൻ, മട്ടന്നൂരിൽ K രമേശൻ, CP സുധീർ, C അമർച്യോത്, C ചന്ദ്രൻ എന്നിവരും പയ്യന്നൂരിൽ KV വേണു, TV ഗണേശൻ, M ഷിബിൻ എന്നിവരും സംസാരിച്ചു. സാമ്പത്തിക വർഷാവസാനം കേരളത്തിന് റെക്കോർഡ് നേട്ടം. ഖജനാവ് സുരക്ഷിതം. മന്ത്രി KN ബാലഗോപാൽ. കടുത്ത സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും 2025-26 സാമ്പത്തിക വർഷത്തിൽ സമാനതകളില്ലാത്ത നേട്ടം കൈവരിച്ചു കേരളം. മാർച്ച് 31 സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ട്രഷറിയിൽ 4000 കോടി രൂപയുടെ നീക്കിയിരിപ്പോടെയാണ് സംസ്ഥാനം പുതിയ വർഷത്തിലേക്ക് കടക്കുന്നതെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. സർക്കാർ പണമില്ലാതെ വലയുന്നു എന്ന പ്രചരണങ്ങൾക്കുള്ള മറുപടിയാണ് ഈ കണക്കുകളെന്ന് അദ്ദേഹം കൊട്ടാരക്കരയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന്റെ ആകെ പദ്ധതി ചെലവ് 106% ഉയർന്നു. 2 തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ നിലനിന്ന വർഷമായിട്ടും ഈ നേട്ടം കൈവരിക്കാനായത് അഭിമാനകരമാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി ചെലവ് 98%-ലെത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനവും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് ആകെ 31,922 കോടി രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിച്ചത്. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം ചരിത്രത്തിൽ ആദ്യമായി 1 ട്രില്യൺ രൂപ കടന്നു. തനത് നികുതി വരുമാനം 81,300 കോടി രൂപയും നികുതി ഇതേതര വരുമാനം 22,300 കോടി രൂപയുമായി ഉയർന്നു. GST പരിഷ്കരണങ്ങളും ആഗോള യുദ്ധ സാഹചര്യങ്ങളും വെല്ലുവിളിയായെങ്കിലും ശാസ്ത്രീയമായ നികുതി പിരിവിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. സാമൂഹ്യ സുരക്ഷാ പെൻഷനായി കഴിഞ്ഞ വർഷം മാത്രം 13,684 കോടി രൂപ നൽകി. 2ാം പിണറായി സർക്കാരിന്റെ 5 വർഷത്തിനിടെ ആകെ 51,534 കോടി രൂപയാണ് പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തത്. UDF സർക്കാരിന്റെ കാലത്ത് ഇത് കേവലം 9,011 കോടി മാത്രമായിരുന്നു. വർഷം തോറും 50,000 കോടിയോളം രൂപയുടെ വരുമാന നഷ്ടം നേരിടുന്നു. ഹിമാചൽ, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ ശമ്പളം നൽകാൻ പോലും ബുദ്ധിമുട്ടുമ്പോഴാണ് കേരളം പൊതുചെലവ് വർദ്ധിപ്പിച്ച് വികസന മാതൃക സൃഷ്ടിക്കുന്നതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. കണ്ണൂരിന്റെ മാറ്റം. 10 വർഷത്തിനിടയിൽ കണ്ണൂരിൽ നടന്നത് സമാനതയില്ലാത്ത വികസനം. ദേശീയപാത നിർമ്മാണം പൂർത്തിയാവുകയും മേലെ ചൊവ്വ കാൽടെക്സ് മേൽപ്പാലങ്ങൾ യാഥാർത്ഥ്യമാവുകയും അഴീക്കൽ തുറമുഖം വികസിപ്പിക്കുകയും ചെയ്യുന്നതോടെ കണ്ണൂർ വേറെ ലെവലാകും. യാത്രാ സൗകര്യം വിപുലമാവുന്നതോടെ ജില്ലയിലെ സമഗ്ര പുരോഗതിക്കും കൂടുതൽ തൊഴിൽ സാധ്യതകൾക്കും വഴിതെളിക്കും. അതിനുള്ള അടിത്തറ പാകി കഴിഞ്ഞു. കണ്ണൂർ മണ്ഡലത്തിൽ മാത്രം 1,647 കോടി രൂപയുടെ പദ്ധതികളാണ് LDF സർക്കാർ നടപ്പാക്കിയത്. അതിന് നേതൃത്വം നൽകിയതാകട്ടെ മണ്ഡലത്തിലെ MLA-യും മന്ത്രിയുമായ രാമചന്ദ്ര കടന്നപ്പള്ളി. പൊതുമരാമത്ത് റോഡുകളെല്ലാം പ്രകടം ചെയ്തു. നഗരവികസന റോഡ് പദ്ധതിയും മുന്നോട്ട് പോകുന്നു. മേലെ ചൊവ്വ കാൽടെക്സ് മേൽപ്പാലങ്ങളുടെ നിർമ്മാണം തുടങ്ങി.
എല്ലാ സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസ് റൂമുകളായി. കണ്ണൂർ സർവകലാശാല ആസ്ഥാനം, ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ITI, പോളി തുടങ്ങിയ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം കെട്ടിടങ്ങളുമെല്ലാം വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി. കോർപ്പറേഷൻ ഓഫീസ് കെട്ടിടം, കണ്ണൂർ കോടതി സമുച്ചയം എന്നിവയുടെ നിർമ്മാണവും ടൗൺ സ്ക്വയർ നവീകരണവും നടക്കുന്നു. മണ്ഡലത്തിലെ പ്രകൃതി മനോഹരമായ പ്രത്യേക മാലിന്യം മുക്തമാക്കി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആക്കുകയാണ്. സംസ്ഥാനത്തിനാകെ മാതൃകയായ കാനാമ്പുഴ അതിലൊന്നാണ്. മുണ്ടേരി കടവ്, പക്ഷി സങ്കേതം, വാരം കടവ് തുടങ്ങി എടുത്തു പറയേണ്ടവയെല്ലാം മണ്ഡലത്തിലെ ഓരോ ടൗണുകളും സൗന്ദര്യവൽക്കരിക്കുകയാണ്. തോട്ടട ടൗൺ നവീകരണം പൂർത്തിയാവുന്നു. കണ്ണൂർ നഗരത്തിന് ചുറ്റും ഫുട്പാത്തുകളുടെയും ഹാൻഡ് റെയിലുകളുടെയും നിർമ്മാണം നടക്കുകയാണ്. ഇതുപോലെ ചെറുതും വലുതുമായ 400ഓളം പദ്ധതികളാണ് മണ്ഡലത്തിലുടനീളം രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയത്. കണ്ണൂർ മണ്ഡലത്തിൽ ഇത്രയും അധികം വികസനം എത്തുന്നത് ഇത് ആദ്യം. സ്വതന്ത്ര ഇന്ത്യയിലെ 8ാമത്തെ സെൻസസിൽ തുടക്കം. ആദ്യഘട്ടത്തിൽ 33 ചോദ്യങ്ങൾ. 2027 സെൻസസ് പ്രക്രിയയുടെ ഭാഗമായുള്ള വീടുകളുടെ കണക്കെടുപ്പ് ബുധനാഴ്ച തുടങ്ങും. ഡൽഹി ഉൾപ്പെടെ 11 സംസ്ഥാനങ്ങളിലാണ് സെൻസസ് ഇന്നു മുതൽ ആരംഭിച്ചിട്ടുള്ളത്. പൂർണ്ണ ഡിജിറ്റൽ സംവിധാനത്തിലാണ് ഇത്തവണ കണക്കെടുപ്പ്. സ്വതന്ത്രയിലെ 8ാമത്തെയും രാജ്യത്തെ 16ാമത്തെയും സെൻസസ് ആണിത്. 2026 ഏപ്രിൽ 1 മുതൽ 2027 ഏപ്രിൽ 28 വരെയുള്ള കാലയളവിൽ 2 ഘട്ടങ്ങളായാണ് ദേശീയ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത്. കേരളത്തിൽ ജൂണിലാണ് ആദ്യഘട്ട സെൻസസ് ആരംഭിക്കുക. സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 മുതൽ 30 വരെ സമയമുണ്ടാകും. ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ നേരിട്ട് വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിക്കും. ആദ്യഘട്ടത്തിൽ 33 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീടിന്റെ അടിസ്ഥാന സൗകര്യം, കുടുംബജീവിത നിലവാരം അളക്കുന്ന ചോദ്യങ്ങളാണ് ഉള്ളത്. കുടുംബനാഥൻ, കുടുംബനാഥ, SC ST പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളായോ എന്ന ചോദ്യവുമുണ്ട്. സെൻസസിന്റെ ഭാഗമായി വീടിന്റെ തറ, ചുവര്, മേൽക്കൂര തുടങ്ങിയ നിർമ്മിക്കാൻ ഉപയോഗിച്ച പ്രധാന വസ്തു, വീടിന്റെ അവസ്ഥ, താമസിക്കുന്നവരുടെ എണ്ണം, ടെനന്റുകളുടെ എണ്ണം, കുടുംബനാഥയുടെ പേര്, വീടിന്റെ ഉടമസ്ഥാവകാശം തുടങ്ങിയവയാണ് ചോദ്യാവലിയിൽ ആദ്യ ഭാഗത്തുള്ളത്. റേഡിയോ, TV, ഇന്റർനെറ്റ്, ലാപ്ടോപ്പ്, മൊബൈൽ, LPG കണക്ഷൻ തുടങ്ങിയ സൗകര്യങ്ങളുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് രണ്ടാം ഭാഗം. 2011 ഒടുവിൽ രാജ്യത്ത് ജനസംഖ്യ കണക്കെടുത്തത്. 2021 നടത്തേണ്ട സെൻസസ് കോവിഡ് കാരണം വൈകി. എന്നാൽ കോവിഡ് കഴിഞ്ഞിട്ടും ജനസംഖ്യാ കണക്കെടുപ്പിൽ താല്പര്യം കാണിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഖ്യാ നിലപാടിന് എതിരെ പ്രതിഷേധം ശക്തമായ തുടർന്നാണ് 6 വർഷത്തെ കാലതാമസത്തിന് ശേഷം സെൻസസ് നടത്താൻ സർക്കാർ തീരുമാനിച്ചത്. വിവരശേഖരണത്തിന്റെ ഡിജിറ്റൽ ലേഔട്ട് മാപ്പ്, സെൻസസ് 2025, ഹാസ്ലിറ്റ് എന്നീ 2 മൊബൈൽ ആപ്പുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. കോഴിക്കോട് മണ്ഡലം LDF സ്ഥാനാർത്ഥി KV സുമേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം അഴീക്കോട് അഭിമാന സാംസ്കാരിക സന്ധ്യ സംഘടിപ്പിച്ചു. ചിറയ്ക്ക് സമീപം എഴുത്തുകാരി KR മീര ഉദ്ഘാടനം ചെയ്യുന്നു. തണിത്തടങ്ങളും ജലാശയങ്ങളെയും ഓർക്കുന്ന വികസന സങ്കല്പങ്ങളുടെ അനുഭവ സാക്ഷ്യമാണ് ചിറയെന്ന് KR മീര പറഞ്ഞു. വെറുതെ മാറിയതല്ലെന്നും ചിറയെ ആർജവത്തോടെ മാറ്റിയതാണെന്നും മീര പറഞ്ഞു. സുമേഷിന് പകരം മറ്റൊരു മുന്നണിയിലെ മറ്റൊരാളായിരുന്നെങ്കിൽ അഴീക്കോട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വികസനം ഉണ്ടാവുമായിരുന്നോ എന്ന് നമ്മൾ ആലോചിക്കണം. അതിനൊഴുക്കിയ അധ്വാനം ചെറുതല്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വെറുമൊരു നിയമസഭയിലേക്കുള്ളതല്ല, നമ്മുടെ നിലനിൽപ്പിന്റെ ദിശാസന്ധിയെ നിർണയിക്കുന്നതാണ്. ജനങ്ങളുടെ ജീവിത നിലവാരവും അന്തസ്സും സുനിശ്ചിതത്വവും ഉറപ്പാക്കാൻ ഇടതുപക്ഷം ജയിക്കണം. തുടർഭരണത്തിന്റെ തുടർച്ചയല്ല, ജനാധിപത്യത്തിന്റെ തുടർച്ചയാണത്. ജനാധിപത്യത്തിന്റെ അവശേഷിക്കുന്ന ഉറപ്പുകൾ കാത്തുസൂക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമാണ് സാധ്യമാവുകയെന്നും KR മീര പറഞ്ഞു. പുതിയ തെരുവിലെ കുരുക്കഴിച്ച് തന്ന ജനപ്രതിയാണ് തളിപ്പറമ്പുകാരിയായ എനിക്ക് സുമേഷ് പ്രിയങ്കരനാവുന്നതെന്ന് നടി നിഖില വിമൽ പറഞ്ഞു. KT ശശി അധ്യക്ഷനായി, KV സുമേഷ് MLA, AV അജയകുമാർ, അഴീക്കോടൻ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സുമാഷ് സുരേഷ് വർമ്മയുടെ വീണാവതാനം, രതീഷ് പല്ലവിയുടെ പല്ലവി രതീഷും ആലപിച്ച പാട്ടുകളും ഡോക്ടർ AS പ്രശാന്ത് കൃഷ്ണൻ നയിച്ച കാവ്യസായനവും വർഗീസ് കളത്തിന്റെ തത്സമയ ചിത്രരചനയും ശശീന്ദ്രൻ ഗുരുക്കളും സംഘവും നയിച്ച കളരിപ്പയറ്റും സാംസ്കാരിക സന്ധ്യയുടെ ഭാഗമായി സൗമ്യ മനോജ് വർമ്മയുടെയും ശ്രീറാമിന്റെയും പാട്ടുകൾ, ഡോക്ടർ KM ആതിരയുടെ വയലിൻ ഫ്യൂഷൻ എന്നിവയും ഉണ്ടായി. ഗുരുവായൂരിൽ വീണ്ടും വർഗീയ കാർഡിറക്കി V ഗോപാലകൃഷ്ണൻ. ഫ്ലക്സ് ബോർഡുകൾക്കെതിരെ വ്യാപക പ്രതിഷേധം. ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൽ വീണ്ടും വർഗീയ പ്രചാരണവുമായി BJP സ്ഥാനാർത്ഥി V ഗോപാലകൃഷ്ണൻ. മണ്ഡലത്തിലെ മുൻ MLA-മാരുടെ മുസ്ലിം നാമധാരികളായ പേരുകൾ മാത്രം ഉൾപ്പെടുത്തി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. 1977 മുതലുള്ള MLA-മാരുടെ പട്ടിക പ്രദർശിച്ച ശേഷം ഇത് മാറണം, മാറ്റത്തിനായി ഗോപാലകൃഷ്ണന് ഒരു വോട്ട് എന്നാണ് ഫ്ലക്സിലെ ആഹ്വാനം. വർഗീയ പരാമർശങ്ങളുടെ പേരിൽ കോടതി വിചാരണ നേരിടുന്നതിനിടെയാണ്
ഗോപാലകൃഷ്ണൻ വീണ്ടും വിദ്വേഷ പ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം നടത്തിയ വിദ്വേഷ പ്രസംഗത്തെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. രാജ്യത്തിനും സമൂഹത്തിനും ഇത്തരം പരാമർശങ്ങൾ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ലെന്ന് നിരീക്ഷിച്ച കോടതി മാതൃകാപരമായ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വീഴ്ചയും ചോദ്യം ചെയ്തിരുന്നു. മതസ്പർദ്ധ വളർത്തുന്ന വീഡിയോ പ്രചരിപ്പിച്ചെന്ന CPMൻ്റെ പരാതികളിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. ഗുരുവായൂർ 48% ഹിന്ദുക്കളുണ്ടായിട്ടും കഴിഞ്ഞ 50 വർഷമായി ഒരു ഹിന്ദു MLA ഇല്ല എന്ന തരത്തിലുള്ള വർഗീയ പ്രചരണമാണ് BJP ക്യാമ്പ് നടത്തുന്നത്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ഈ നീക്കത്തിനെതിരെ മണ്ഡലത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. വികസനത്തിന് പകരം മതം ചർച്ച ചെയ്തുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെതിരെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.